അദ്ദേഹത്തിന്റെ ഏക ജീവിതമാർഗമായ ഓട്ടോറിക്ഷയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വർക്കിന് പോകുമ്പോൾ അതാത് സ്ഥലത്ത് കൊണ്ട് ഈ പാർക്ക് ചെയ്യലാണ് ഉള്ളത്. അവിടുന്നാണ് എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുള്ളത്. പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയുടെ ജീവനോപാധിയായിട്ടുള്ള ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. നമ്മളോടൊപ്പം മുഹമ്മദ് ബഷീർ ചേരുകയാണ്. എന്തായിരുന്നു ഈ ഒരു വിഷയത്തിന് അടിസ്ഥാനമാക്കിയുള്ള സംഭവം? അത് രാവിലെ ഞാൻ സ്പോർട്സിന് വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്പോർട്സിന് വേണ്ടിയിട്ട് രാവിലെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ വണ്ടി തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോർണറിൽ എൻ്റെ വണ്ടി നിർത്തിയിട്ടിരുന്നു. അത് 2 ദിവസമായിട്ട് അവിടെ തന്നെ നിർത്തൽ. രാവിലെ 8 മണിക്ക് കൊണ്ടുപോയി നിർത്തിയ വൈകുന്നേരം 5 മണിക്കാണ് ആ വണ്ടി അവിടെ നിന്ന് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ സമാപനമായിട്ട് ലേശം വഴുകി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുക്കാൻ ചെന്നോടുകൂടി വണ്ടി അവിടെ കാണാനില്ല. വണ്ടി എന്നും സ്ഥിരം നിർത്തുന്ന സ്ഥലമാണ്. പിന്നീട് ഞാൻ അവിടെ അടുത്തുള്ള CCTV ഇതിൽ അന്വേഷിച്ചതോടുകൂടി അവിടുന്ന് വണ്ടി 1:15 അവിടുന്ന് എടുത്തു പോണതായിട്ട് CCTV ദൃശ്യം അതിൽ കണ്ടിട്ടുണ്ട്. നിലവിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ വൈകിട്ട് അത് അറിഞ്ഞോടുകൂടി നേരെ സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ വിവരം അവർ അന്വേഷിക്കാൻ നിന്ന് അവർ സ്റ്റേഷൻ അധികൃതർ സംസാരിച്ച് കാര്യങ്ങൾ ഇന്ന് വീണ്ടും രാവിലെ വന്ന് അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ആളുകളും നമ്മളെ ഗ്രൂപ്പിൽ മാസ്ക് ഗ്രൂപ്പിലൊക്കെ അത് ഇട്ടിട്ടുണ്ട്. ഓൾ കേരള ഗ്രൂപ്പും ഫേസ്ബുക്കിലൊക്കെ അവർ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ. ഈ ഒരു ഓട്ടോറിക്ഷ തന്നെയാണോ ഉപജീവന മാർഗം? മറ്റെന്തെങ്കിലും ജീവിതമാർഗങ്ങളുണ്ടോ? ഇതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഇതുമാണ് ഞാൻ ജീവിച്ചു പോണേ. 2-3 കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ഉമ്മ പെങ്ങൾ പിന്നെ വൈഫ് കുട്ടികളൊക്കെ ഇതിൽ നിന്നാണ് കഴിഞ്ഞ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് സൗണ്ടിൻ്റെ ഒക്കെ വർക്കിന് പോകുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ അവരതിൻ്റെ വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഒരുവിധം നമ്മളെ മാസ്ക് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം സൗണ്ട് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കുടുംബത്തിൽ അടുത്ത എവിടെയുള്ള ആ ഇതിലൊക്കെ ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക, എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട്. വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ പറയാമോ? വണ്ടിയുടെ മോഡൽ, നമ്പർ, മറ്റു കാര്യങ്ങളൊന്ന് പറയാം. വണ്ടി KL 53B 6634 വണ്ടി. പിന്നെ 2010 മോഡല്. പിന്നെ പെരിന്തൽമണ്ണ 917 പെർമിറ്റുള്ള വണ്ടിയാണ്. മാസ്ക് ഗ്രൂപ്പിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ പേര് ഫ്രണ്ടിൽ സച്ചു, മിന്നു, പൊന്നു എന്ന് എഴുതിയിട്ട് ഒരു നീല ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തും കൊണ്ടുള്ള വണ്ടിയാണ്. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് പക്കയാണ്. സ്റ്റേഷനിൽ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ഇതൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടി ആപ്പ പാസഞ്ചറാണ്. പെരിന്തൽമണ്ണ പെർമിറ്റ് 917, KL 53 66 34 വണ്ടി. പട്ടായം റോട്ടിൽ ഓടിയിരുന്നു. പട്ടായം റോഡ് ഊട്ടി റൂട്ടുമ്പോഴാണ് സാധാരണ ഓടാറുള്ളത്. സൗണ്ടുള്ള സമയത്ത് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വർക്കിന് പോകുമ്പോൾ അതാത് സ്ഥലത്ത് കൊണ്ട് ഈ പാർക്ക് ചെയ്യലാണ് ഉള്ളത്. അവിടുന്നാണ് എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ വണ്ടി ഗ്രൂപ്പുകളിലും സ്റ്റേഷനിലൊക്കെ അതിർത്തികളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ വേണ്ട മേരെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും എങ്ങനെയൊക്കെ ഇടാൻ കഴിയുമെന്ന് വെച്ചെങ്കിൽ ആ വണ്ടി തിരിച്ച് കിട്ടാനുള്ള മാർഗ്ഗം നിങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏക ജീവിതമാർഗമായ ഓട്ടോറിക്ഷയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അനുയോജ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വാർത്ത കാണുന്ന പ്രേക്ഷകരോട് ഈ ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന്റെ ജീവിതോപാധിയായ ഓട്ടോറിക്ഷ തിരിച്ചു കിട്ടാനുള്ള ഊർജിത പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.